ഇതെനിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് സൈഡിലിങ്ങനെ നല്ല രസമുണ്ട് ഗൈസ് ഈ ഒരു ജീൻസ്. റൂമിലെത്തിക്ക് എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു. നമുക്കൊന്ന് പുറത്ത് പോവാം. നമ്മളത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്ത് പോവാം. പുറത്ത് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി റൂമിൽ വെച്ചിട്ടാണ് നമുക്ക് പോവാൻ. കാരണം നൈറ്റത്തേക്കുള്ള ഫുഡൊക്കെ അതാണ്. അങ്ങനെ നമ്മളിത് ഈ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചത്. ഇതും ഞാൻ സർപ്ലസിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ സൈഡിൽ നിറച്ചപ്പോഴും ഇങ്ങനെ ഫ്ലവേഴ്സും എന്തെങ്കിലുമൊക്കെ മരമൊക്കെ നല്ലത് കാണും. നമ്മളങ്ങനെ ബ്രോഡ്വേ കയറിയിട്ടുണ്ട്. ഇത് മാത്രം നടന്നെന്നറിയോ ഞാൻ ഒരു അരമണിക്കൂറോളം ഞാൻ ഇങ്ങോട്ട് നടന്ന്. വണ്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ വണ്ടി വരുന്നു. നമുക്കിനി മാസ്ക് ഇട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ ആൾക്കാരെന്നെ തിരിച്ചറിയും. ആൾക്കാർ തിരിച്ചറിയാൻ പിന്നെ ഫാൻസായി ഇങ്ങനെ സിഗ്നേച്ചേഴ്സിന് ഓടി വരലായി. എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പ്രൈവറ്റ് ലൈഫാണ് ഗൈസ് ഇഷ്ടം. ഗൈസ് നിങ്ങൾക്ക് ഞാനിന്ന് കുറച്ച് ബ്രോഡ്വേൻ്റെ ഉള്ളിലുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളും അതുപോലെ തന്നെ അഫോർഡബിളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഷോപ്പ്, മീൻസ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഷോപ്പൊക്കെ എനിക്ക് കാണിച്ചത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അമ്പലമാണ്. ഈ കണ്ട പ്രാവുകളാണ് ഈ അമ്പലത്തിൻ്റെ ഹൈലൈറ്റ്. കാരണം വേറെ ഒന്നുമല്ല, ഈ അമ്പലത്തിലെ ആൾക്കാർ പ്രാവിന് ഫുഡ് ഇട്ട് കൊടുക്കുമ്പം ഇത് റോഡിലൊക്കെ വന്നിരിക്കും തിന്നെ. അപ്പോഴത്തേക്കും കേസ് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ പ്രാവയ്ക്ക് ഇങ്ങനെ പറക്കും. എന്ത് സമാധാനം, കാണുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ് കേസ്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്ന് അറിയില്ല. എൻ്റെ അറിവിൽ ഇതാണ് ബാക്ക്, ഫ്രണ്ട് വേറൊരു സ്ഥലമാണ്. അത് പിന്നെ കാണിച്ചു തരാം. അങ്ങനെ കേസ് നമ്മൾ ബ്രോഡ്വേയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി സ്ഥലം കണ്ടുപിടിക്കണം. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലം, എൻ്റെ ജീൻസും ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമാണ്. 200 റുപ്പീസിന് ജീൻസ് ഇടുന്ന സ്ഥലമുണ്ട് ഗൈസ്, 200 റുപ്പീസിന്. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം. നോക്കിയെടുത്താലേ നല്ലത് കിട്ടും. പിന്നെ അല്ലാണ്ട് ഡ്രസ്സൊക്കെ തൂക്കി വയ്ക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗൈസ്. നമ്മൾ കണ്ടത് ബാക്കാണ്, ഇതാണ് ഫ്രണ്ട്. 250 റുപ്പീസിന് ജീൻസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ് ഇത്. ആക്ച്വലി നമുക്കിത് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഞങ്ങളിങ്ങനെ ബ്രോഡ്വേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താണ് ഓരോ കടയും ഞങ്ങളങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് 250 റുപ്പീസിന് ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ജീൻസിൻ്റെ സൈസിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇതെനിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് സൈഡിലിങ്ങനെ നല്ല രസമുണ്ട് ഗൈസ് ഈ ഒരു ജീൻസ്. ഇതിന് 250 ആണ്. കൊള്ളാം. ഇത് നമ്മുടെ ഷോർട്ട് കുർത്തിയുടെയൊക്കെ കൂടെ ഇടാൻ കൊള്ളാം ഗൈസ്. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് പുതിയ കളക്ഷൻ ഇവർ എടുക്കുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് വേണത് ഈ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണിത്. ഇവിടെ ജീൻസ് മാത്രമല്ല, പലാസോയും സൽവാർ സെറ്റും അതുപോലെ തന്നെ 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പ് ഉണ്ട്. 300-നുള്ള നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് നോക്കിക്കോ, 100% ഉറപ്പാ. കുറേ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല ജീൻസൊക്കെ ഉണ്ട്. നമുക്ക് വയസ്സ് അത്യാവശ്യം നല്ല ജീൻസും കളക്ഷൻസൊക്കെ ഉണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് കുറച്ച് ഡ്രസ്സുകൾ തൂക്കി വയ്ക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. അതായത് ബ്രോഡ്വേയിൽ കുറേ സ്ഥലമുണ്ട് ഡ്രസ്സുകൾ തൂക്കി വയ്ക്കുന്നത്. 777 രൂപയ്ക്കും അതുപോലെ തന്നെ 800 സംതിങ്ങോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. നമ്മൾ ബ്രോഡ്വേ കയറി ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ഒരു മിനിമം ഒരു 5-6 ഷോപ്പെങ്കിലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തൂക്കി വയ്ക്കുന്നതായിട്ട്. അപ്പോൾ ഗൈസ് 2-3 ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൊക്കേഷൻ വെച്ച് പോകാവുന്നതാണ് ഗൈസ്. ഇതിനകത്ത് കാണിക്കുന്ന ഏതെങ്കിലും ഷോപ്പിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്തത് പോകണം ഗൈസ്. ഇവിടുത്തെ ഒരു ബ്രോഡ്വേയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് കാണിക്കുകയാണ്. ആക്ച്വലി ഇതൊരു ഷോപ്പാണ്, ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ ഷോപ്പാണ്. കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഇന്നേവരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ് തിരിച്ച്. കാരണം എനിക്ക് ബ്രോഡ്വേയുടെ ഉള്ളിൽ കുറേ ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പേടിയാണ്. കാരണം അവിടുത്തെ ആൾക്കാരുടെ നോട്ടവും ഇതൊന്നും ശരിയല്ല ഗൈസ്. ഭയങ്കര നമ്മളെന്തോ അത്ഭുത ജീവി പോണ പോലെ ആയിരിക്കും അവർ നോക്കുന്നത്. ആക്ച്വലി ബ്രോഡ്വേ കാണാൻ കുറേ ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാനാണ് ഗൈസ് നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടാകും ബ്രോഡ്വേയിൽ കയറി ഇറങ്ങുന്നതുകൊണ്ട്. കാരണം കുറേ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിന് മാത്രമല്ല ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറയുന്നത്. കുറേ സാധനങ്ങൾ നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ട് കാണുന്ന കുറേ സാധനങ്ങളുടെയൊക്കെ ഹോൾസെയിൽ ഷോപ്പുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ മാളിൻ്റെ അവിടെ നിൽക്കുകയാണ് ഗൈസ്. മാളിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ വലിയൊരു സ്ക്രീനിൽ കുറേ ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഗൈസ് ആ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്.
ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ജയലക്ഷ്മിയുടെ ബാക്കിലായിട്ടായിരുന്നു. ഇപ്പം ഞാൻ അവിടെയല്ല, ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയം കുറച്ചധികം ഇരുത്തി വീട്ടിലോട്ട് പോകാം. കാരണം വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിലോട്ട് പോവാണ്. അത് മാത്രമല്ല നടന്നാലും എൻ്റെ കാല് വേനിച്ച്. ഞാൻ നമ്മുടെ എറണാകുളം KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബ്രോഡ്വേ വരെ നടന്ന്. KSRTC സ്റ്റാൻഡിൻ്റെ അല്ല, KSRTC സ്റ്റാൻഡിൻ്റെ മുന്നൊരു പാലമുണ്ട് മുകളിൽ കൂടെ. KSRTC സ്റ്റാൻഡിൻ്റെ മുകളിൽ കൂടെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് മുന്നേ ഞാൻ നടക്കാൻ തുടങ്ങിയതാണ്. പയ്യെ ഗൈസ് ബ്രോഡ്വേ നടന്ന് കുറേ തെങ്കി ഗൈസ് ഇപ്പോൾ ഞാൻ നടക്കുവാണ് തിരിച്ച്. ശരിക്കും ക്ഷീണിച്ച്. ആക്ച്വലി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് ഓർത്തത്. പക്ഷെ ബ്രോഡ്വേ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് കറങ്ങി ആ വഴി കയറി ഈ വഴി കയറിയൊക്കെ അങ്ങനെ കുറേ നടക്കുകയൊക്കെ ചെയ്ത്. പിന്നെ വെറുതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയല്ലേ, അപ്പം ഞാൻ ഓർത്തു പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് നടക്കാം. ഇപ്പം ഞാൻ KSRTC സ്റ്റാൻഡ് വരെ, ഇനി ആ പാലം കടന്ന് കുറച്ച് നടക്കണം. അപ്പോഴാണ് ഗാന്ധിനഗർ ആവുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പാലത്തിൽ കൂടെ നടന്നു പോകണം. ഇതിന് മുന്നേയൊക്കെ വണ്ടിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മളൊന്നും കാണുന്നില്ലല്ലോ. നടന്നു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ റോഡിൽ കയറി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പണിയൊന്നുമില്ല ഗൈസ്. റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, ആരെങ്കിലും വേണം റൂമിൽ തന്നെ ഇരിക്കാനാണെങ്കിൽ കൂടെ ആരെങ്കിലും നമുക്ക് വേണം. അതുമില്ല, ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഞാനെടുത്ത് വെറുതെ ഒന്ന് പുറത്ത് പോകാം. കൊച്ചിയിൽ എനിക്കൊന്ന് അഫോർഡബിളായിട്ട് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം ബ്രോഡ്വേ ആണ്. ഞാനടുത്ത് എന്നാൽ നിങ്ങൾക്ക് കൂടെ അത് കാണിച്ചു തരാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഞാൻ പോയത്. നമുക്ക് ഇനി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. എൻ്റെ മെയിൻ പരിപാടി ബോറടിക്കുമ്പോൾ എന്ന് പറയുന്നത് യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. വെറുതെ ഇരിക്കില്ല, ബോറടിക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ ഗൈസ് വേറൊരു സംഭവിച്ചു. ഞാൻ മെയിനായിട്ട് സിസേഴ്സ് വാങ്ങിക്കാനാണ് പോയത്. പക്ഷേ സിസേഴ്സ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് മെയിൻ അത് ലക്ഷ്യമിട്ടാണ് പോയത്, സിസേഴ്സ് വാങ്ങിക്കണമെന്ന്. പക്ഷെ അത് കിട്ടിയില്ല ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. ഫുഡ് ഉണ്ടാക്കണം, അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ കുറച്ച് പരിപാടികളുണ്ട്. ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് ഒതുക്കാനും പിറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങി. കാരണം എനിക്ക് പിറ്റേന്ന് രാവിലെ വർക്കിന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ എല്ലാം ഒതുക്കി പിറക്കി മാറിക്കിടന്നുറങ്ങി ഗൈസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിന് സജഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്ര ഒരു വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.